പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമാശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ആദ്യമായി തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഈ തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങൾ, ആശംസകൾ നേരുന്നു. പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തോമാശ്ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് യേശു ഈ സുവിശേഷത്തിലൂടെ നമുക്ക് വലിയ ഒരു പാഠം നൽകുകയാണ്. ഓരോ ശിഷ്യന്മാരും അപ്പസ്തോലന്മാരും നമുക്ക് ഓരോരോ പാഠങ്ങൾ നൽകുന്നുണ്ട്. തോമാശ്ലീഹായ്ക്ക് വേണ്ടി മാത്രം കർത്താവ് ഒരു പുനരുത്ഥാനത്തിൻ്റെ എപ്പിസോഡ് മാറ്റിവെച്ചു. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാശ്ലീഹ ഇല്ലായിരുന്നത് കൊണ്ട് വീണ്ടും 8 ദിവസങ്ങൾക്ക് ശേഷം ഈ തോമസിന് വേണ്ടിയിട്ട്, ആ തോമാശ്ലീഹായിലൂടെ വലിയ ഒരു സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് കർത്താവ് ഈ ഒരു പ്രത്യക്ഷപ്പെടലിനെ അവിടെ ഉപയോഗപ്പെടുത്തുകയാണ്. യേശുവിനെ കുരിശിൽ തറക്കുന്ന സമയത്ത്, കുരിശിൽ കിടക്കുമ്പോൾ പടയാളികൾ പരിഹസിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ കണ്ടു വിശ്വസിക്കേണ്ടതിന് ഇസ്രായേലിൻ്റെ രാജാവായ ക്രിസ്തു ഇപ്പോൾ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. കണ്ടു വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട് കർത്താവ് ഇറങ്ങി വരുവാനായിട്ട് അവർ ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന് കുരിശിൽ നിന്ന് ഇറങ്ങി വരാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അപ്രകാരമുള്ള ഒരു വിശ്വാസമല്ല കർത്താവ് ആഗ്രഹിച്ചത്. ഇവിടെ തോമാശ്ലീഹായും പറയുകയാണ്: ഞാൻ കണ്ടല്ലാതെ, ആണിപ്പഴുതുകളിൽ കൈയിട്ടല്ലാതെ, പാർശ്വങ്ങളിൽ കൈകൾ വെച്ചല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറയുമ്പോൾ ആ തോമസിൻ്റെ മുമ്പിൽ കർത്താവ് ഇറങ്ങി വരികയാണ്, പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് നൽകുന്ന പാഠം ഇതാണ്: അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം ആണ് പ്രധാനപ്പെട്ടത്. ഈശോ മരിച്ചു എന്നുള്ളതല്ല, ഈശോ അത്ഭുതം പ്രവർത്തിച്ചു എന്നുള്ളതല്ല, ഈശോ മനുഷ്യാവതാരം ചെയ്തു എന്നുള്ളതല്ല. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്കും ഉറച്ച വിശ്വാസമുള്ള വ്യക്തികളായി മാറാം. തോമാശ്ലീഹ വിശ്വാസം പ്രഖ്യാപിക്കുക മാത്രമല്ല, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അന്നത്തെ രാജകൽപ്പന രാജാവിനെ ദൈവമായിട്ട്, സർവാധിപനായിട്ട് അംഗീകരിക്കണമെന്നുള്ളൊരു കാലഘട്ടത്തിലാണ് ക്രിസ്തുവിനെ ദൈവമായിട്ട്, രക്ഷകനായിട്ട്, സർവാധിപനായിട്ട് ഈ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ തോമാശ്ലീഹ ഏറ്റുപറയുന്നത്. ഈ വിശ്വാസം ഏറ്റുപറയുക മാത്രമല്ല, ഈ വിശ്വാസം ജീവിക്കുകയും ഈ വിശ്വാസം പ്രഘോഷിക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ആ ഒരു വിശ്വാസത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്യുകയും ചെയ്തു. ഈ തിരുനാൾ നമുക്ക് നൽകുന്ന പാഠം നമുക്കും നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിടാം. വിശ്വാസമുള്ള വ്യക്തികളായി മാറാം. നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷെ നമ്മൾ ഈ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാറുണ്ടോ? നമ്മുടെ വിശ്വാസ ജീവിതം മറ്റുള്ളവർക്ക് ഞാനൊരു ശരിയായ വിശ്വാസിയാണെന്ന് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? ആ ഒരു രീതിയിൽ വിശ്വാസം പകർന്നു കൊടുക്കുവാനും വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷികളായി തീരുവാനും ഉള്ള ആ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് വിശുദ്ധ തോമാശ്ലീഹായുടെ പ്രത്യേകമായ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവ്യബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം.